ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആണ്. ബെയിലറുടെ ആദ്യത്തെ ഡ്യൂട്ടിയായി പറയുന്നത് ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് നോൺ ഫോൾട്ട്. ബെയിലർ തൻ്റെ സാധനങ്ങൾ, ഗുഡ്സുകൾ ബെയിലിക്ക് കൊടുക്കുമ്പോൾ അറിയാവുന്ന ഫോൾട്ടുകൾ ബെയിലർ ഡിസ്ക്ലോസ് ചെയ്യണം. ആരോട്? ബെയിലിയോട് ഡിസ്ക്ലോസ് ചെയ്യണം. ഇതാണ് ആദ്യത്തെ ഡ്യൂട്ടിയായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഡ്യൂട്ടിയായിട്ട് വരുന്നതാണ് ഡ്യൂട്ടി ടു ബിയർ എക്സ്പെൻസ് ഓഫ് ബെയിൽമെൻറ്റ്. ഇത് സെക്ഷൻ 158 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇഫ് ദ ബെയിൽമെൻറ്റ് ഈസ് എ ഗ്രാറ്റീരിയസ്, അതായത് വിത്തൗട്ട് റിവാർഡ്സ്, ദ ബെയിലർ മസ്റ്റ് റീപേ ദ ബെയിലി നെസസറി എക്സ്പെൻസ് ഫോർ കീപ്പിംഗ് ദ ഗുഡ്സ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ബെയിൽമെൻറ്റുകളിൽ അത് റിവാർഡ്സുകൾ ഇല്ലാതെയുള്ള ബെയിൽമെൻ്റ് ആണെങ്കിൽ ബെയിലിക്ക് വരുന്ന നെസസറി എക്സ്പെൻസ് തീർക്കാൻ ബെയിലർ ബാധ്യസ്ഥനാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പശുക്കൾ, അതിൽ ഒരു പശുവിനെ അയൽപ്പക്കത്ത് ഒരു വീട്ടിലേക്ക് ഏൽപ്പിച്ചു. റിവാർഡ്സ് ഇല്ലാത്ത ബെയിൽമെൻറ്റുകൾ. സ്വാഭാവികമായിട്ട് അതിനു വേണ്ടി വരുന്ന ഫുഡ്, കാര്യങ്ങൾക്ക് വരുന്ന എക്സ്പെൻസുകൾ ബെയിലർ തീർക്കേണ്ട ഉത്തരവാദിത്തം ബെയിലർക്കുണ്ട്. ഇത്തരം ഡ്യൂട്ടീനെയാണ് ബിയർ ടു എക്സ്പെൻസ് ബെയിൽമെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ ഡ്യൂട്ടിയായിട്ട് വരുന്നതാണ് ഡ്യൂട്ടി ടു ഇൻഡെമിനിഫൈ ബെയിലി ഫോർ ഡിഫക്റ്റീവ് ടൈറ്റിൽ. സെക്ഷൻ 164 ഈ ഒരു ഡ്യൂട്ടി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇഫ് ദ ബെയിലർ ടൈറ്റിൽ ടു ദ ഗുഡ്സ് ഈസ് ഡിഫക്റ്റീവ് ആൻഡ് ദ ബെയിലി സഫർ ലോസ്, ദ ബെയിലർ ഈസ് ബൗണ്ടഡ് ടു ഇൻഡെമിനിഫൈ ഹിം. ബെയിലിക്ക് കൊടുക്കുന്ന ഗുഡ്സിൽ ഡിഫക്റ്റീവ് ഉണ്ടായതുമൂലം ബെയിലിക്ക് നാശനഷ്ടം സംഭവിച്ചുവെങ്കിൽ ആ നഷ്ടം നികത്താനുള്ള ഉത്തരവാദിത്തം ബെയിലർക്ക് ഉണ്ട്. ഇതാണ് സെക്ഷൻ 164 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ഡ്യൂട്ടിയായിട്ട് പറയുന്നത് സെക്ഷൻ 159 ഡ്യൂട്ടി ടു ഇൻഡെമിനിഫൈ ഫോർ പ്രീമെച്വർ ടെർമിനേഷൻ എന്നാണ്. ഇൻ ഗ്രാറ്റീരിയസ് ബെയിൽമെൻറ്റ്, അതായത് കൺസിഡറേഷൻ ഇല്ലാത്ത, റിവാർഡ്സുകൾ ഇല്ലാത്ത ബെയിൽമെൻറ്റിൽ ബെയിലർക്ക് എപ്പോൾ വേണമെങ്കിലും ഗുഡ്സ് തിരിച്ചു ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇൻ ഗ്രാറ്റീരിയസ് ബെയിൽമെൻറ്റ് ദ ബെയിലർ ക്യാൻ ഡിമാൻഡ് റിട്ടേൺ ഓഫ് ഗുഡ്സ് അറ്റ് എനി ടൈം, ബട്ട് ഇഫ് ദ ബെയിലി സഫർ എ ലോസ് ഗ്രേറ്റർ ദാൻ ദ ബെനിഫിറ്റ് ഡിറൈവഡ് ദ ബെയിലർ മസ്റ്റ് കോമ്പൻസേറ്റ് ദം. അങ്ങനെ ചോദിക്കുന്ന സന്ദർഭങ്ങളിൽ ബെയിലിക്ക് ഏതെങ്കിലും രീതിയിൽ നഷ്ടം സംഭവിച്ചാൽ അത് നികത്താനുള്ള ഉത്തരവാദിത്തം ബെയിലർക്കുണ്ട്. ഇതാണ് സെക്ഷൻ 159 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് വരുന്നൊരു ഡ്യൂട്ടിയാണ്, അഞ്ചാമത്തെ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ഗുഡ്സ്. 160, 161 സെക്ഷനുകളിലാണ് ഈ ഡ്യൂട്ടിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ സെക്ഷൻസ് പ്രകാരം പറയുന്നത്, ബെയിലിയുടെ ആവശ്യങ്ങൾ നിറവേറ്റിയതിന് ശേഷം ബെയിലി തിരിച്ചു കൊടുക്കുമ്പോൾ ബെയിലർ അത് മേടിക്കാൻ ഉള്ള എല്ലാ ഡ്യൂട്ടിയും ബെയിലറിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ സംഭവിക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്ട്രാ എക്സ്പെൻസുകൾ ബെയിലർ വഹിക്കേണ്ടത് എന്നാണ് 160, 161 സെക്ഷനുകളിലായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 152 ആണ് അടുത്ത ഡ്യൂട്ടിയായിട്ട് ബെയിലറിൻ്റെ പറയുന്നത്. ഡ്യൂട്ടി ടു ബിയർ റിസ്ക് ഓഫ് ലോസ് ഇൻ ഗ്രാറ്റീരിയസ് ബെയിൽമെൻറ്റ്. ഗ്രാറ്റീരിയസ് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഡ്യൂട്ടികളിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് എ നോൺ കൺസിഡറേഷൻ, നോൺ റിവാർഡ്സ് ആയിട്ടുള്ള ഡ്യൂട്ടികളാണ്. 152 സെക്ഷനിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെയിലി തൻ്റെ ഗുഡ്സുകൾ ആവശ്യമായ റീസണബിളായ കെയറുകളൊക്കെ കൊടുത്തിട്ട് പോലും അത് നഷ്ടം സംഭവിക്കുകയോ ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം നഷ്ടത്തിൻ്റെ വാല്യൂ ബെയിലർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് സെക്ഷൻ 152 പറയുന്നത്. ഇഫ് ദ ബെയിലി ടേക്സ് എ റീസണബിൾ കെയർ ഓഫ് ഗുഡ്സ് ബട്ട് ദെയർ ആർ ലോസ്റ്റ് ഓർ ഡിസ്ട്രോയിഡ് വിത്തൗട്ട് ഹിസ് ഫോൾട്ട്, ദ ലോസ് ഫാൾസ് ഓൺ ദ ബെയിലർ. ഇത്തരം കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലറുടെ ഡ്യൂട്ടികൾ. പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടികൾ വരുന്നത് ഇത്തരം 6 കാര്യങ്ങളാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് നോൺ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഗുഡ്സിലുണ്ടാവുന്ന ഫോൾട്ട് ബെയിലിയോട് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. എക്സ്പെൻസ് പേ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ബെയിലിക്കുണ്ട്. അതായത് ഡിഫക്റ്റീവ് ടൈറ്റിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 164 പറയുന്നത് ബെയിലറുടെ ഗുഡ്സ് മൂലം ഏതെങ്കിലും രീതിയിൽ നഷ്ടം ബെയിലിക്ക് ഉണ്ടായാൽ അത്തരം നഷ്ടം നികത്തേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്. പിന്നെ ഇൻഡെമിനിഫൈ ദ പ്രീമച്വർ ടെർമിനേഷൻ, അതായത് ഒരു കോൺട്രാക്ട് കഴിയുന്നതിന് മുന്നേ തിരിച്ച് ആ ഗുഡ്സ് ആവശ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ ഉത്തരവാദിത്തം ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്. ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ഗുഡ്സ്, തിരിച്ചു ചോദിക്കുമ്പോൾ ബെയിലിയുടെ ആവശ്യം കഴിഞ്ഞാൽ ബെയിലർക്ക് ഗുഡ്സ് ഏൽപ്പിക്കുമ്പോൾ ബെയിലർ അത് മേടിക്കേണ്ട ഉത്തരവാദിത്തം ബെയിലർക്കുണ്ട്. അങ്ങനെ മേടിക്കാണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താനുള്ള ഉത്തരവാദിത്തവും ബെയിലർക്കുണ്ട്. പിന്നെ അവസാനം വരുന്നതാണ് ബിയർ ടു റിസ്ക് ഓഫ് ലോസ്. ഒരു ഗ്രാറ്റീരിയസ് ആയിട്ടുള്ള ഒരു ബെയിൽമെൻറ്റ് ആണെങ്കിൽ ഗുഡ്സിന് റീസണബിളായിട്ടൊരു കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം കെയർ കൊടുത്തിട്ട് പോലും ഗുഡ്സ് നശിച്ചാൽ ആ ഗുഡ്സ് നശിച്ചാൽ ബെയിലറിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ ബെയിലർക്ക് സാധിക്കില്ല. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡ്യൂട്ടി ഓഫ് ബെയിലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.